ഇപ്പോ ചുവപ്പ് കണ്ട കാളയെ പോലെ വാലും പൊക്കി ചാടുന്ന ബി അശോക് കുമാർ ഒരു 916 കപടനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യം നിങ്ങളെ കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലെ പി അൻവറിനെ ഒന്ന് സങ്കല്പിക്കണം. പിണറായി എനിക്ക് ബാപ്പ മാതിരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ഇപ്പോഴെന്താണ് പിണറായിസവുമെന്നും പിണറായിക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ബാപ്പ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സോപ്പിട്ട് നടപ്പാക്കാമെന്ന് വിചാരിച്ച കാര്യം നടന്നില്ല. എത്ര സോപ്പിട്ടാലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കും, ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കില്ല തന്നെ. അതുപോലെയാണ് ബി അശോകിന്റെ കാര്യം. അശോകിന്റെ മനസ്സിൽ അദ്ദേഹം പഴയ രാജപരമ്പരകളുടെ പിൻതലമുറക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുൻ തലമുറക്കാരെല്ലാം രാജാവിനെ സോപ്പിട്ടും രാജാവിനോടൊപ്പം ചേർന്ന് നിന്ന് ചെറിയ ദാസ്യപ്പണിയൊക്കെ ചെയ്ത് അവരെ പതപ്പിച്ചു നിർത്തി പല കാര്യങ്ങളും നേടിയെടുത്തിരുന്ന വ്യക്തികളാണ്. അതിന്റെ പിൻതലമുറക്കാരന്റെ മനസ്സിലും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏതെങ്കിലും ഒരു പദവിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആരാണോ നയിക്കുന്നത് അവരെ പരമാവധി പതപ്പിക്കുക, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എവിടെയോ വച്ച് ആ പതപ്പിക്കൽ അങ്ങോട്ട് ഒത്തില്ല. വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോ ഇന്നലകളിൽ അൻവറിന് എങ്ങനെയാണ് ബാപ്പയായിരുന്ന പിണറായിയിൽ നിന്ന് പൊടുന്നനെ പിണറായിസം തൊലയട്ടെ എന്ന് എത്തിയത് പോലെ തന്നെയാണ് ബി അശോക് കുമാർ എന്ന IAS തരികിടക്കാരന് പിണറായി എങ്ങനെ മോശക്കാരനായി എന്നത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. I would say that Pinarayi sir ഒരുപാട് strength ഉണ്ട്. He is very good with big projects. So you want to do a very big thing, notwithstanding A, B, C, D's. ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. He's spectacular work with big projects. Follow up to Kochi Metro, follow up to your Kannur Airport. Commercial success അല്ല മനസ്സിലായി. But he has run into some headwinds also. But Adani Port. He is very good crisis manager, very good executor. എനിക്ക് ഏറ്റവും അടുത്ത എക്സ്പീരിയൻസ് വന്ന് പവറിലെ ഈ കുടാംകുളം പവർ ഹൈവേ, വിച്ച് ഇസ് സംതിങ് വിച്ച് ഉമ്മൻചാണ്ടി കനോട്ട് ഡു. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്ട്. അത് അല്ല, അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പവർ ഹൈവേ നമ്മൾ കുടാംകുളത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊച്ചി സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ ചെന്നപ്പോൾ ഒരു 4 ഏക്കർ പ്ലോട്ട് എതിരെ വന്നു. അയാൾ ഹൈക്കോടതി പോയി KCB പവർ ഗ്രിഡ് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തെങ്കിലും ദി ഹൈക്കോർട്ട് stood with the man, which meant that an alignment of about 12 kilometers had to be taken around his plot. ഇതൊരു ഭയങ്കര കീറാമുട്ടിയായി. അങ്ങനെ പവർ ഗ്രിഡ് പല റൗണ്ട് മീറ്റിംഗ്സ് നടത്തി. ഈസ് വെരി വെൽ ടു ഡു ആൻഡ് ഈസ് എ ജ്വല്ലർ ഓർ സംതിങ് ഇൻ ദുബായ്. അപ്പോൾ അയാൾക്ക് പൈസ ഒന്നും പ്രശ്നമില്ല. അയാൾ പറയുന്നത് എനിക്കൊന്നും ചെയ്യണ്ട, ഇയാൾ പവർ എടുക്കണ്ട, എൻ്റെ പ്രോജക്റ്റ് പോകണ്ട. അങ്ങനെ ഒരു ഫൈറ്റ് ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വി ഗോട്ട് സം പീപ്പിൾ ടു ടോക്ക് ടു ഹിം ആൻഡ് ഐ സെഡ് യു പ്ലീസ് കം. അപ്പോൾ അയാൾ എന്നെ കാണാൻ വരില്ലല്ലോ, മൾട്ടി മില്യണയർ. അപ്പോൾ അയാൾ പറഞ്ഞു വി വിൽ മേക്ക് യു മീറ്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ. സോ ഇറ്റ് വാസ് ഇനഫ് ഇൻഡ്യൂസ്മെന്റ്. അയാൾ വലിയ ആളായല്ലോ. സോ അപ്പോൾ ഞാൻ പിണറായി സാറിനെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാറിനെ ഒന്ന് കാണാൻ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റ് എനിക്ക് തീർക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ 10-40 കോടി നമുക്ക് നഷ്ടം വരും, ഇതെല്ലാം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്താ കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിങ്ങിന് പ്രൈം ചെയ്ത് പാർട്ടി അവിടെ വന്നിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു എന്താണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും മാത്രം പറഞ്ഞാൽ നിങ്ങളൊന്ന് സഹകരിക്കണം, അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. നമുക്ക് ഒരു വാക്കേ വേണ്ടു എന്ന് പറഞ്ഞു. He obliged and I know the strength of that word. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഈ കോമ്പൻസേഷൻ മണിയെ പറ്റി വലിയ തർക്കം ഉണ്ടായി. ആൻഡ് ഹി സ്റ്റാർട്ടഡ് പിച്ചിങ് ഇറ്റ് വെരി ഹൈ. അപ്പം ഞാൻ പവർ ഗ്രിഡുമായിട്ട് ഒരു 25 lakhs വരെ എക്സസ് പേ ചെയ്യാനുള്ള ക്ലിയറൻസ് എടുത്തായിരുന്നു. ഈ വാണ്ടഡ് സംതിങ് ലൈക്ക് 50, 40, 30. ഒരു ദിവസം മുഴുവൻ എൻ്റെ ഓഫീസിൽ ഇരുന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ കുറേ മുമ്പോട്ട് പോയപ്പോൾ ഞാനും പറഞ്ഞു, നിങ്ങൾ ഈ 4 ഏക്കർ പ്ലോട്ട് കാലിട്ടേക്കാനാണോ പോകുന്നത്, അതെന്താ പരിപാടി അപ്പോൾ അവിടെ? അപ്പോൾ ഹി വാണ്ട്സ് ഹി ഹാസ് എ പ്രോജക്റ്റ് ഓഫ് ഹിസ് ഓൺ. ഞാനും ഇങ്ങനെ പറഞ്ഞു, ഇതിപ്പോൾ ഞങ്ങൾ പവർ ലൈൻ അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് കാര്യമില്ല, ഇതിന് പെർമിറ്റ് കിട്ടണ്ടേ, ചെറിയ സാമന്താനം ഇതെന്തൊക്കെ. ഞാൻ പറഞ്ഞു, CM പറയുന്ന ഒരു ചെറിയൊരു ബ്ലോക്ക് അതിനകത്തോട്ട് വെച്ചേച്ച് ഈ ലൈൻ മളി കൂടെ അങ്ങ് പോകുന്നു, ഇതിന്റെ പെർമിഷനും കാര്യമൊക്കെ ഇല്ലെങ്കിൽ എത്ര വല്ലതും പിടിക്കാൻ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ യു ആർ പിച്ചിങ് ഹു ആർ യു മീറ്റിംഗ് at 3 PM എന്ന് പറഞ്ഞു. ആസ് എ ബിസിനസ് മാൻ ഹി അണ്ടർസ്റ്റുഡ് ദ ഹിന്റ്. അവിടെ ചെന്നു പിണറായി സാർ. അവിടെ ചെന്ന് അപ്പോൾ എല്ലാം സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു. സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി സാർ പറഞ്ഞു, അപ്പോൾ ഇനി അടുത്തുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തെന്നറിയോ, എനിക്ക് മോൻ സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം പറ്റുമോ? ഫോട്ടോ എടുത്തു.
25 എന്നുള്ള 30 തോന്നുന്നു. അന്ന് വൈകുന്നേരം തീരുമാനമാക്കി അവർ എഗ്രിമെന്റ് ഒപ്പിട്ട്, നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് ഒപ്പിട്ട് ഒരു 5 കൊല്ലം പുറകോട്ട് കേസ് നടത്താനുണ്ടായിരുന്ന സാധനം അന്ന് തീർത്ത് അയാൾക്ക് മനസ്സിലായി, ക്ലൈമറ്റ് മനസ്സിലായി. വാട്ട് ബെറ്റർ ദാൻ ഗുഡ് വിൽ ഓഫ് ദ CM. അയാൾ അപ്പൊ തന്നെ അത് ഇടയ്ക്ക് ചെയ്തിട്ട് പോയി. അപ്പൊ ഇതൊക്കെ ഓൺലി ഹി ക്യാൻ ഡു ദാറ്റ് ആൻഡ് ഈ സെൻസ് ദാറ്റ് അത് ചിരിക്കൊന്നുമില്ലല്ലോ, അതിന്റെ ഒരു ഗുണമുണ്ട്. പീപ്പിൾ വുഡ് ബൈൻഡ് ദെയർ സ്റ്റെപ്പ് വിത്ത് ഹിം. അതൊക്കെ സ്റ്റേറ്റിന് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. കച്ചവടക്കാരുമായിട്ടൊക്കെ പിണറായിയുടെ അടുത്ത് ചെല്ലുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടാകും, ചില ഡീലിങ്സ് ഒക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ടാകും. അതെല്ലാം അങ്ങോട്ട് അതേപടി ഇരുന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന വെറും റബ്ബർ സ്റ്റാമ്പോ അല്ലെങ്കിൽ പദപ്പേര് കേട്ട പതഞ്ഞു പോയി ഇവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നില്ല പിണറായി. പിണറായിക്ക് അതിൽ ചോദ്യങ്ങൾ ഉണ്ടാകും, അതിൽ വ്യക്തത വേണമെന്നുണ്ടാകും. അത് ചോദ്യം ചെയ്ത സന്ദർഭങ്ങളിൽ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഒന്നും വേണ്ട വിധേനെ നടക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ യഥാർത്ഥ ഫ്രോഡ് ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങ് പുറത്തേക്ക് ചാടും. അങ്ങനെ ചാടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉദ്യോഗസ്ഥ തലത്തിലെ ചട്ടങ്ങളും നിയമങ്ങളും ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ ആർക്കെതിരെ എന്തും പറയുന്ന ഒരു സൂപ്പർ ഹീറോയാണ്, എന്നെ അങ്ങ് സഹിച്ചോളാം എന്ന രീതിയിൽ ഒരു പ്രശാന്തും ഒരു ബി അശോകൊക്കെ രംഗത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ കുറെ കാൽ തിരുമ്മൽ മാപ്രകൾ ഉടനടി ഇവരെ സംഭവ ബഹുലമാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ഇവരാണ് ഹീറോകൾ, രാഷ്ട്രീയക്കാർ മോശമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥ അഴിമതിക്കാരനെയാണ് അവർ നാവുകൊണ്ട് ഞാൻ സംശുദ്ധക്കാരനാണെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവരിരുന്ന ഏതെങ്കിലും ഒരു കസേരയ്ക്ക് കീഴിലെ ഒരു ജീവനക്കാരനെങ്കിലും സംതൃപ്തനായിരുന്നു എങ്കിൽ ഇയാളെപ്പോലുള്ള മനോഭാവമുള്ള വ്യക്തികളായിരിക്കണം. അല്ലാതെ ഏതൊക്കെ സ്ഥലത്തിരുന്നോ അവിടെ ജീവനക്കാരുമായി ഇയാൾ പ്രശ്നത്തിലായിരുന്നു. ജീവനക്കാരും സംഘടനകളുമായി നിരന്തരം തമ്മിലടിയായിരുന്നു. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? അൺസഹിക്കബിൾ ക്യാരക്ടറാണ്. ആ അൺസഹിക്കബിൾ വ്യക്തി പിണറായിയുടെ മുന്നിൽ ഒന്ന് അഭിനയിച്ച് തകർത്ത് പതപ്പിച്ചെടുക്കാമെന്ന് കരുതിയെടുത്ത് ആ വിളച്ചിലിറക്കൽ ഇവിടെ വേണ്ട എന്ന് എവിടെയോ വെച്ച് പിണറായി വിജയൻ ഈ IAS കാപട്യക്കാരനെ തിരിച്ചറിഞ്ഞപ്പോ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോ PV അൻവർ ഇപ്പോൾ കാണിക്കുന്നത് പോലെ 4 മാധ്യമങ്ങൾ ഞാൻ വിളിച്ചാൽ ഒപ്പം വരും, മഞ്ഞ ഓൺലൈൻകാരന്മാരുമായിട്ട് ഞാൻ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരാണ് എൻ്റെ പിടിവള്ളി, അവരിലൂടെ ചെന്നിരുന്ന് ഞാൻ ഇരവാദം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സൂപ്പർ ഹീറോ ആണെന്ന രീതിയിൽ 4 തഗ് വാചകം അടിച്ചാൽ അതോടെ ഹീറോ ആകുമെന്നാണ് കരുതുന്നത്. ഇതിനേക്കാൾ വലിയ പേമാരി വന്നിട്ട് ചലിച്ചിട്ടില്ല. പിന്നെയല്ലേ ഈ ചാറ്റൽ മഴ എന്നുള്ളതാണ് പിണറായിയുടെ സമീപനം. ഇനിയെങ്ങാനും 4-ാം തീയതിക്ക് ശേഷം തുടർ ഭരണം വരികയാണെങ്കിൽ ബി അശോക് കുമാർ എന്ന ഈ മഹാനുഭാവൻ IAS പണി നിർത്തി വീട്ടിൽ പോകുന്നതായിരിക്കും അന്തസ്. കാര്യം ഇമാതിരി ഡയലോഗൊക്കെ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കൊക്കെ അടിച്ചിട്ട് അന്തസ്സുണ്ടെങ്കിൽ പിന്നെ തുടരാതിരിക്കുന്നതാണ് ഈ മാപ്ര ആക്ഷൻ ഹീറോമാർക്ക് നല്ലതെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ.